അങ്ങനെ വീണ്ടും ഇപ്പോൾ റോക്കിയും സിജൊക്കെ കൊണ്ടും കൊണ്ടും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സിജോ എന്താ റോക്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. റോക്കി സോറി ചോദിച്ചപ്പോൾ സോറി മടക്കി പെട്ടിയിലാക്കി കൊണ്ടുപോയി വെക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിജോ രംഗത്ത് വന്നിരുന്നു. അവൻ്റെ ഇനി സോറി എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം സിജോ പ്രതികരിക്കാതെ നടന്നു. പക്ഷെ ഇപ്പോൾ പ്രതികരിച്ചു സിജോ. അപ്പോൾ സിജോ പ്രതികരിച്ചതിന് ശേഷം നമ്മളെ റോക്കിയും ഇതേമാതിരി എന്ത് ചെയ്തിരിക്കുന്നു, അതിനെതിരായിട്ട് സിജോക്കെതിരായിട്ടൊക്കെ വന്നിരിക്കുന്നു. അതായത് റോക്കി പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴും എനിക്ക് അതിനോടൊരു കുറ്റബോധം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിജോക്ക് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഇത് വരുന്നില്ല, റീച്ച് വരുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും സിജോക്ക് കിട്ടിയിട്ടില്ല, പബ്ലിസിറ്റി ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ സിജോ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിടണത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സിജോനെ കുറിച്ചിട്ടൊക്കെ റോക്കി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ നമുക്ക് വീഡിയോൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എടാ മോനെ എടാ മോനെ ഒരു പെട്ടി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മാപ്പും കോപ്പൊക്കെ 4-8 മടക്കി അതിനകത്ത് വെക്കായിരുന്നു. പക്ഷെ ഇവിടെ പെട്ടി ഇപ്പം ഇല്ല. താഴെ പോകണം എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടെ ഇല്ല, പെട്ടിയില്ല. അത് ഫസ്റ്റ് വൺ. ഇപ്പം നീ പറഞ്ഞില്ലേ ഇതിനേക്കാളും 1000 മോർ മടങ്ങാണ് നീ എന്നെ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്തത്. സോ നിനക്ക് ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. ബേസിക്കലി നിനക്ക് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം. ഓക്കെ, അതിനെ നീ മിടുക്കനാ. ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും, നല്ല രീതിയിൽ നീ മാനിപ്പുലേറ്റും ചെയ്യും. നീ എന്നോട് ചെയ്ത ഒരു ചീറ്റിങ്, അതായത് കൂടെ നിന്നിട്ട് ഒറ്റി കൊടുത്ത് അല്ലേ, നീ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം, ഇതാണല്ല. ഞാൻ നിനക്ക് കോണ്ടന്റിന്റെ ശാപം വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈറൽ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോക്കിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വീഡിയോ റീച്ച് കിട്ടാനും നിന്നെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാനുള്ള നിന്റെ ഒരു സൈക്കോളജിക്കൽ തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല. നീ പറഞ്ഞു, കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ലടാ. ഡെയിലി ഞാനൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ എഴുതിച്ചോണ്ടേ തന്നെ ജനങ്ങളോടും നിന്നോടും ഒക്കെ വീണ്ടും ഡെയിലി വന്ന് കരഞ്ഞ് ഡെയിലി മാപ്പ് പറയണം. ഇതിപ്പോൾ അവൻ്റെ ദേഷ്യം കൊണ്ടൊക്കെ അവൻ പറഞ്ഞതായിരിക്കും, മനസ്സിലായോ? കാര്യം അവൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല. പിന്നെ പുറത്തു വന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നുമില്ല. നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെ മിസ്സായി പോവുകയും ചെയ്യുന്നു. പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും കയറുന്നുമില്ല. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണമെന്ന് അവനെ അറിഞ്ഞൂടാ. അതാണ് പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ റോക്കി എങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ റോക്കിനോട് പറയാനുള്ളത്, ഇപ്പോൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരാളെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് എന്തൊക്കെ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, അല്ലെങ്കിൽ ആ ഒരു ഷോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നാലും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ഒരാളെ ശരീരത്തിൽ കയറിയിട്ട് തൊട്ടിട്ടോ ആക്രമിച്ചിട്ടൊന്നും നമ്മളൊരു ഗെയിമും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നു ആ ചെയ്തത് തെറ്റ് തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ സിജോ പുറത്ത് പോയിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ കേസും കാര്യം, അതായത് പുറത്തുനിന്ന് പറഞ്ഞാൽ അവരെ നിരീക്ഷണത്തിൽ ഹോസ്പിറ്റലിലായിരുന്നു സിജോ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സിജോക്ക് ഉണ്ട്. ഇപ്പോഴും അതിന് മൊത്തത്തിൽ റിക്കവറായി വന്നിട്ടൊന്നുമില്ല. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സിജോ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സിജോ ഒരുപാട് കാലത്തിന്, അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പ്രതികരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിജോ പ്രതികരിക്കാൻ തുടത്തി. അപ്പോൾ പ്രതികരിച്ചപ്പോൾ വഴുകിപ്പോയി. എനിക്ക് പറയാനുള്ളത് സിജോ പറഞ്ഞത് വഴുകിപ്പോയി, ഓക്കെ. പക്ഷെ അതിന് ന്യായീകരിച്ചിട്ടാണ് ഇപ്പോൾ റോക്കി വന്നിരിക്കുന്നത്. എനിക്കിപ്പോഴും അതിനൊരു കുറ്റബോധമല്ല, അങ്ങനെയാണ്. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല, കുറ്റബോധമല്ല. ഇതിപ്പോൾ അവനക്ക് ഇപ്പോൾ സിജോക്ക് ആൾക്കാരുടെ ഇടയിലൊരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിജോ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോക്കി വരുന്നത്. അപ്പോൾ റോക്കി എന്ത് പറഞ്ഞാലും എന്ത് ന്യായീകരിച്ചാലും ചെയ്തത് തെറ്റ് തന്നെയാണ്, ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ് റോക്കി ചെയ്തത്.